റംബാൻ സ്ഥാനാരോഹണ ശുശ്രൂഷ നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ നിയുക്ത സഹായമെത്രാൻ മോൺസിഞ്ഞോർ ഡോക്ടർ ജോൺ കുറ്റിയിലിനെ ഒക്ടോബർ 22-ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ അധ്യക്ഷനുമായ മോറാൻ മുർ ബസേലിയസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. കൊട്ടാരക്കര കിഴക്കേ തെരുവ് ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാന മധ്യേയാണ് ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യൂസ് മെത്രാപ്പോലീത്ത, അഭിവന്യ സാമുൽ മാർ ഐറേനിയൂസ് മെത്രാപ്പോലീത്ത, അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത, അഭിവന്യ യൂഹാനോൻ മാർ തേഡേഷ്യസ് മെത്രാപ്പോലീത്ത, നിയുക്ത മെത്രാൻ മോൺസിഞ്ഞോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ, വികാരി ജനറൽമാരായ ഫാദർ ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് കോർ എപ്പിസ്കോപ്പ, ഫാദർ തോമസ് കയ്യാലയ്ക്കൽ, ഫാദർ ഡോക്ടർ ഐസക് പറപ്പിള്ളിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പരിശുദ്ധ റൂഹായാകുന്ന ജീവനുള്ളതും മതിവരാത്തതുമായ ജലം പെരുമ്പാമ്പിൻ്റെ സർവവിഷവും പാപത്തിൻ്റെ മാലിന്യവും എന്നേക്കും നിന്നിൽ നിന്ന് കഴുകിക്കളയുമാറാകട്ടെ. തുടർന്ന് അത്യഭിമന്യ കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, മലങ്കര ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ ബിജു ഉമ്മൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പാസ്റ്ററൽ ട്രെയിനിംഗ് കോഴ്സ് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഡീക്കന്മാർക്കായി നടത്തപ്പെടുന്ന പാസ്റ്ററൽ ട്രെയിനിംഗ് കോഴ്സ് ഒക്ടോബർ 20 മുതൽ 25 വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന വികാരി ജനറൽ ഫാദർ തോമസ് കയ്യാലയ്ക്കൽ കോഴ്സ് ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പോലീത്ത, ഫാദർ ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, ഫാദർ ഡോക്ടർ ജെയിംസ് ആലക്കുഴിയിൽ OCD, ഫാദർ ഡോക്ടർ ജോർജ് തോമസ് കൊച്ചുവിളയിൽ, ഫാദർ ഡോക്ടർ പ്രഭീഷ് ജോർജ്, ഫാദർ ഡോക്ടർ സാജൻ OIC, ഫാദർ ജെൻസൺ SDB, ഫാദർ വർഗീസ് നടുത്തല, ഫാദർ ജോൺ അരീക്കൽ, ഫാദർ മാത്യു കുഴിവിള, മദർ ലിഡിയ DM, സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM, ശ്രീ ജേക്കബ് പുന്നൂസ് IPS, ഡോക്ടർ തോമസ് കുട്ടി കൈമലയിൽ, ഡോക്ടർ തോമസ് കുട്ടി, ശ്രീമതി ജിജി മത്തായി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് ഫാദർ തോമസ് മടക്കുമൂട്ടിൽ നേതൃത്വം നൽകി. സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കായി എല്ലാ വർഷവും നടത്തിവരുന്ന സ്കോളർഷിപ്പ് വിതരണം ഒക്ടോബർ 20-ന് തിരുവനന്തപുരം പട്ടം ബിഷപ്സ് ഹൗസിൽ വെച്ച് മോറാൻ മോർ ബസേലിയസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ നിർവഹിച്ചു. ഹൈസ്കൂൾ തലം മുതൽ +1, +2, ഡിഗ്രി, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പഠന സഹായം നൽകുന്നത്. ഏകദേശം 76ഓളം കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. കഴിഞ്ഞ 14 വർഷമായി അത്യഭിമന്യ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ക്രമീകരണങ്ങൾക്ക് ഫാദർ ജോൺ അരീക്കൽ നേതൃത്വം നൽകി. കർഷക സംഗമം നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസനത്തിലെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ക്ഷേമയുടെ പ്രവർത്തനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇൻഫാമിന്റെ നേതൃത്വത്തിൽ കർഷക സംഗമം ഒക്ടോബർ 19-ന് ചാരോട്ടുകോണം മാർ ഇവാനിയോസ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പൊലിത്തായുടെ അധ്യക്ഷതയിൽ കൂടി സംഗമം ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ ഡയറക്ടർ ഫാദർ ജോൺ പുന്നാറ സ്വാഗതവും സിനഡൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ ആമുഖ സന്ദേശവും നൽകി. തുടർന്ന് കോവളം MLA അഡ്വക്കേറ്റ് ശ്രീ M വിൻസെന്റ് തയ്യൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CA ജോസ്, ഇൻഫാം കാർഷിക ജില്ലാ പ്രസിഡന്റ് ശ്രീ N ധർമ്മരാജ് പിൻകുളം, സംസ്ഥാന സമിതി അംഗം ശ്രീ സനൽകുമാർ NS അമ്പളിക്കോണം എന്നിവർ പ്രസംഗിച്ചു. നിര്യാതയായി. ബഥനി മിഷ്യാനുഗ്രഹണ സന്യാസിനി സമൂഹം തിരുവനന്തപുരം നാലാഞ്ചിറ പ്രൊവിൻസിലെ സിസ്റ്റർ ഹാസിയോ SIC ഒക്ടോബർ 18-ന് നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ഒക്ടോബർ 21-ന് പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുൽ മാർ ഐറേനിയൂസ് മെത്രാപ്പൊലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാലാഞ്ചിറ മഠം വക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.